ലൂക്കോസ് സുവിശേഷം 19 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. നമുക്കറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു വാക്യമാണിത്. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. ഈ ലോകത്തിൽ യേശു കർത്താവ് അക്ഷരീകമായി ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന സമയം ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പാർക്കാൻ യേശു കർത്താവ് ആഗ്രഹിച്ച് ചെല്ലുകയാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം അതിനകത്തുണ്ട്. ഇവൻ യേശുവിനെ ഇൻവൈറ്റ് ചെയ്യാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഒന്നും വന്ന പാർട്ടിയല്ല. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. പുള്ളിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, രോഗമില്ല, സാമ്പത്തിക ബാധ്യതയില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ ഗുരു എന്നൊരാളുണ്ട്, യേശു എന്ന പേര്. ഈ മനുഷ്യന് വലിയ ഫോളോവേഴ്സൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടേക്കാം. അപ്പോൾ പുള്ളിക്കാരൻ ഒരു 5 അടി പൊക്കമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 5 അടി പൊക്കമുള്ള ഒരാളിൽ കുറിയ മനുഷ്യൻ. അദ്ദേഹം ഈ ആൾക്കൂട്ടത്തിനകത്ത് പോയി നിന്നാൽ കാണത്തില്ല. അതേപോലെ പുരുഷാരം യേശുവിനെ തെക്കി തിരക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? യേശു പോകുന്ന വഴിയിൽ യേശു വരുന്നതിന് മുമ്പ് മരത്തെ കയറി മേളിയിരുന്നു. നല്ല ഇലച്ചിലുള്ള മരത്തിൻ്റെ കീഴെ കയറിയിരുന്ന് ഇങ്ങനെ യേശു വരുന്ന നോക്കിയിരിക്കുകയാണ്. പുള്ളിയുടെ ചിന്ത എന്തുവാണ്? യേശു നടന്ന് വരുന്നുണ്ട്. ഓ, ഇതാണോ യേശു? കണ്ടാൽ നല്ല സുന്ദരനാ, നല്ല ഒരാളാ, കുഴപ്പമില്ല. ഇപ്പം പുള്ളി ഞാൻ കടന്നു പോകും, പിന്നെ എനിക്ക് വീട്ടിൽ പോകാമല്ലോ. കണ്ടു, വീട്ടിൽ പോയി പറയാം, എടീ ഞാൻ യേശുവിനെ കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളായിരുന്നു, ഇന്ന് ഞാൻ യേശുവിനെ കണ്ടു. ഇത്രയേ ഉള്ളൂ പുള്ളിയുടെ ചാപ്റ്റർ, കഴിഞ്ഞു, ഫിനിഷ്. പക്ഷേ മരത്തിൻ്റെ അടുക്ക വന്നപ്പോൾ ചാപ്റ്റർ മാറി. എന്താ സംഭവം? യേശു ഒരു ഒറ്റ വിളിയാ. എന്തുവാ നിൽക്കുന്ന പേരെന്തുവാ? നിന്റെ പേരെന്തുവാ? ഇറങ്ങി വന്നേ എന്നാണോ പറഞ്ഞേ? അല്ല, സക്കായിയെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ അച്ഛാ, നമ്മുടെ അച്ചായൻ്റെ, അപ്പച്ചൻ്റെ, അപ്പൂപ്പൻ്റെ, നമ്മളെന്ന് മരിക്കും, നമ്മളെന്ന് ജീവിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര, നമ്മുടെ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ എന്താ, കംപ്ലീറ്റ് കാര്യങ്ങളും അറിയുന്നവനും സകലതും നിയന്ത്രിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഈഴെ വന്ന് സക്കായിയെ എന്ന് വിളിച്ചു. പുള്ളി വരണ്ടുപോയി. സാധാരണ മരത്തെ കയറാൻ പ്രയാസം, മരത്തെ കയറാൻ ഭയങ്കര പ്രയാസമാണ്. ഇറങ്ങാൻ പിന്നെ എളുപ്പം. ഒന്ന് പിടിച്ചു കൊടുത്താൽ ചിലപ്പോൾ താഴോടിച്ച് പോരും, ഒന്ന് പിടിച്ച് വിട്ടുകൊടുത്താൽ പോരും. ഇത് പുള്ളി ബന്ധപ്പെട്ടിറങ്ങി വന്നെന്നാ എന്ന് പറഞ്ഞാൽ ഈ പേര് വിളി കൂടെ കേട്ടപ്പോൾ പുള്ളി വരണ്ടുപോയി. എന്നിട്ട് പുള്ളി ഇറങ്ങി ഇങ്ങോട്ട് വന്നു. സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞ വാക്കാണ്, അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. ഒന്ന് നോക്ക്, ഒരു നോക്ക് കാണാൻ വന്നവൻ, ഗുരുവിനെ ഒരു നോക്കൊന്ന് കണ്ടുപോയാൽ മതി എന്ന ആഗ്രഹത്തോട് വന്നവന് വീട്ടിൽ പാർക്കാൻ വേണ്ടി ദൈവം അങ്ങോട്ട് പോകുക. ക്ഷണിച്ചോന്നുമല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നിട്ട് പോയാൽ മതി സക്കായി പറഞ്ഞില്ല. സക്കായിയോട് പറയാ, ഞാൻ നിന്റെ വീട്ടിൽ, പ്രൈസ് ഗോഡ്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരാൻ പോകുവാന്ന് പറഞ്ഞപ്പോൾ, ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ വിളിക്കും, ഇടീ പാസ്റ്റർ യേശു വരുന്നുണ്ട്, ആ ശോഭ എന്ന് റെഡിയാക്കിക്കേ, പെട്ടെന്ന് തൂത്ത് വൃത്തിയാക്കിക്കേ, ആ ഡൈനിങ് ഹാളിലെ കാര്യം ഒന്ന് റെഡിയാക്കിക്കേ, എന്താ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കേ എന്ന് വിളിക്കും. ക്രമീകരിക്കത്തില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസൻ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റിലാക്കും. പക്ഷേ ഇവിടെ സക്കായി അവന്റെ അക്ഷരീകമായ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് സക്കായി പറയാണ്, യേശുവേ നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, കാര്യം ശരിയാ, അതിനു മുമ്പ് ഞാനാകുന്ന ഭവനത്തിനകത്ത് ചില പ്രശ്നമുണ്ട്. അക്ഷരീകമായ വീട്ടിൽ കയറുന്നതിന് മുമ്പ് സക്കായിക്കറിയാം, എൻ്റെ അകത്തേട്ട് യേശു കയറിയിട്ട് എൻ്റെ അക്ഷരീകമായ വീട്ടിൽ യേശു കയറത്തുള്ളൂ. ഉടൻ സക്കായി പറയാ, ഞാൻ അധികമായി വാങ്ങിയത് 4 ഇരട്ടി മടക്കി കൊടുക്കും. ഇവനാകുന്ന മുറിക്കകത്ത്, ഇവന്റെ മുറിക്കകത്ത് കയ്യേറിയതും അപകരിച്ചതും അധികം വാങ്ങിയതും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. കണ്ടോ? യേശു അകത്തോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് അവനാകുന്ന വീട്ടിലേക്ക് യേശു കയറുമെന്ന് സക്കായിക്ക് മനസ്സിലായി. സക്കായി പറഞ്ഞു, എൻ്റെ ഭവനം അവിടെ ക്ലിയറാ, പക്ഷെ ഇവിടെ ക്ലിയർ അല്ല.
എൻ്റെ വീട് അവിടെ ക്ലിയറാ, ഏത് ഗസ്റ്റിനെ സ്വീകരിക്കാവുന്ന രീതിയിൽ എൻ്റെ ഭവനം ഇരിക്കുന്നത്. പക്ഷെ ഞാനാകുന്ന ഭവനം ക്ലിയർ അല്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു നിന്റെ അകത്ത് വസിക്കണോ? ക്ലിയർ ആക്കി കൊടുക്കണം. ക്രമീകരിക്കേണ്ട കാര്യങ്ങളെ ക്രമീകരിക്കണം. യേശുവിൽ വന്നതിന് ശേഷവും കർത്താവിനെ കണ്ടെത്തിയതിന് ശേഷവും എത്രയോ പേർ ഇങ്ങനെ പിശാചിന് ഇടം കൊടുത്ത് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒരാത്മീയൻ ഒറ്റ ജീവിതം, ഒറ്റ ടൈപ്പ് ഓഫ് ലൈഫ് ജീവിതം, ഒറ്റ ടൈപ്പ്. സഭയ്ക്കകത്തൊന്നും പുറത്തൊന്നുമില്ല. സഭയ്ക്കകത്തൊന്നും പുറത്തൊന്നുമില്ല. നീ കോളേജിൽ ഒരു ജീവിതവും സഭയ്ക്കകത്ത് വേറെ ജീവിതവും ഇല്ല. നിന്റെ ജോലി സ്ഥലത്ത് വേറെ ജീവിതം, സഭയ്ക്കകത്ത് വേറെ ജീവിതം. അങ്ങനെ ഒരു പരിപാടിയില്ല. നീ ആത്മാവിനെ കൺട്രോൾ ചെയ്യപ്പെടുന്ന വ്യക്തിയാണോ? സഭയ്ക്കകത്ത് അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ ചന്തയിൽ പോയാലും മാർക്കറ്റിൽ ചെല്ലുമ്പോഴും നിന്റെ അകത്ത് അന്യഭാഷ വ്യാപരിച്ചുകൊണ്ടിരിക്കും. നീ ആത്മാവിന്റെ കൺട്രോളിലായിരിക്കും. സ്തോത്രം. രണ്ടൂടെ ഓടി പോകത്തില്ലച്ചാ. അമ്മാവ രണ്ടൂടെ ഓടി പോകത്തില്ലെന്ന്. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കാലത്തെ ഇവർ രണ്ടുകൂടെ ഒന്ന് ഓടിക്കാൻ നോക്കി. പത്രോസും യോഹന്നാനും കൂടി പറഞ്ഞു, അഡ്മിനിസ്ട്രേഷനും പ്രസംഗവും ഒന്നിച്ചു പോകത്തില്ല. മനസ്സിലായോ? ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും മുറ്റിരിക്കും. ഞങ്ങൾക്ക് അതിലാ കാര്യം. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാ വെച്ചാ? സെക്രട്ടറി, ട്രഷറർ, പ്രസിഡന്റ്, ആ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? അതിൻ്റെ പരിശുദ്ധാത്മാവും നിറവുള്ള ചില വ്യക്തികളെ തിരഞ്ഞെടുക്കണം. ക്വാളിഫൈഡ് ആൾക്കാരെ തിരഞ്ഞെടുക്കണം. അതിന് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കണം. ഡിഗ്രി മാത്രം പോരാ, ആത്മനിറവുള്ളവനായിരിക്കണം, പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. സ്തോത്രം. പക്ഷെ ഇന്ന് തിരിച്ച് കുഴഞ്ഞു ഓടിക്കൊണ്ടിരിക്കുക. വചനധ്യാനവും പ്രാർത്ഥനയും ദൈവസേനയിൽ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് പുറത്തുപോയി മുണ്ടുമടക്കി കുത്തി കീങ്കില വിളിക്കാൻ പറ്റത്തില്ലെന്ന്. അത് നിനക്ക് പറ്റിയ പരിപാടിയല്ലെന്ന്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ ജീവിക്കുന്നവൻ പരിശുദ്ധാത്മാവിൽ ചലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള കാര്യം കാണല്ലേ കേൾക്കണം എന്നല്ല പറഞ്ഞു. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഓവർ ചെയ്ത് പോകരുത്. സ്തോത്രം. ആ 7 പേര് തെരഞ്ഞെടുത്തതിനകത്ത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ തെരഞ്ഞെടുത്തവന്മാർ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അവർക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാവുന്ന അനുവാദമില്ല. മേശമേൽ നോക്കാൻ അഡ്മിനിസ്ട്രേഷൻ അത്രയേ ഉള്ളൂ. പക്ഷെ അവർ രഹസ്യമായി മുട്ടുമടക്കി. അവർ രഹസ്യമായി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു പീലിപ്പോസ് പുറത്തു വന്നു. അതിൻ്റെ അകത്ത് സ്തേഫാനോസ് പുറത്തു വന്നു. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നതിന് ദൈവം പുറത്തുകൊണ്ട് വരും. ഉപവസിക്കുന്നതിന് ദൈവം പുറത്തുകൊണ്ട് വരും. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അസാധാരണ ജീവിതമായിരിക്കും. ഒരു സൂപ്പർ നാച്ചുറൽ ലെവലായിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ നോർമലാ. സത്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഈ കാണുന്നതൊക്കെ നോർമലാണ്. സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് നമ്മുടെ ജീവിതം മാറുമ്പോൾ ജനം അതിൻ്റെ അകത്ത് അത്ഭുതപ്പെടും. നമ്മുടെ സഭയ്ക്കകത്ത് സൂപ്പർ നാച്ചുറൽ ലെവലുള്ള മൂവ് നടക്കുമ്പോൾ, നമ്മുടെ പുറത്തുള്ള മീറ്റിങ്ങുകളിൽ സൂപ്പർ നാച്ചുറൽ മൂവ് കാണുമ്പോൾ ജനം ഓടിക്കൂടും. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? അങ്ങനല്ലേ ആദ്യ നൂറ്റാണ്ടിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ആദ്യ നൂറ്റാണ്ടുകൾ സഭകൾ ഉടലെടുത്തു. 3000, 5000, 5000, 9000. എങ്ങനാ? സൂപ്പർ നാച്ചുറൽ ലെവലുള്ള മൂവാണത്. ഇന്ന് സൂപ്പർ നാച്ചുറൽ മൂവ് ഒന്നുമില്ല. ഇന്ന് വളരെ ചുരുക്കമാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് വിശ്വാസം കൂടിപ്പോയി, കഠിന ഹൃദയമായി. ഇതൊക്കെ ഒന്ന് ഉരുകട്ട്. പരിശുദ്ധാത്മാവിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത്, പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ഒരു വെപ്പണായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് അത്ഭുതകരമായി നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. ഈ സക്കായി അവൻ്റെ വീട്ടിലേശു വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ അവൻ ദൈവത്തിനെ സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഭവനം അവിടെ ക്ലിയറാ, പക്ഷെ ഈ ഭവനം അശുദ്ധിയുണ്ട്. അതെന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടി നിന്നവർ പറഞ്ഞു കിട്ടില്ലേ? അവിടെ കൂടി നിന്നവർ പറയാണ്, അയ്യോ, ഈ പാപിയായ മനുഷ്യന്റെ കൂടെ
ഇവൻ ദേണ്ട് താമസിക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? രഹസ്യഭാവം മാത്രമല്ല, പരസ്യമായിട്ട് തന്നെ പുള്ളിക്കാരൻ പാപിയാന്ന് പബ്ലിഷ്ഡ് ആണ്. ആ ഒരു വ്യക്തി യേശുവിന്റെ പ്രസൻസ് അനുഭവിച്ച നിമിഷം തന്നെ ദൈവസന്നിധി സറണ്ടർ ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവിക പ്രസൻസ് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ, നമ്മുടെ സഭയ്ക്കകത്തുണ്ടാകുമ്പോൾ ജനം ഫോഴ്സ് ചെയ്യാതെ മാനസാന്തരപ്പെടും. ഫോഴ്സ് ചെയ്യാതെ മാനസാന്തരപ്പെടും. ഞങ്ങൾ കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ ഇങ്ങനെ പബ്ലിക് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി, മറ്റൊരു മതത്തിലുള്ള വ്യക്തി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ടൗണിൽ പലചരക്ക് കട നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് അതെല്ലാം പൂട്ടി. നല്ല ബിസിനസ്സായിരുന്നു. എനിക്ക് രോഗം വന്നു. പബ്ലിക്കിലാണ്, ദൈവമക്കളെ, സഭാ ഹാളിനകത്തല്ല, പബ്ലിക്കിലാണ്. എനിക്ക് രോഗം വന്നു. എനിക്ക് ബ്ലീഡിങ് ആണ്. ഈ മനുഷ്യന് വയറ്റിൽ നിന്ന് ബ്ലഡ് പോവുകയാണ്. എൻ്റെ ശരീരം കണ്ടു സാറേ, 35 കിലോ വെയിറ്റ് എനിക്കിപ്പോൾ ഉള്ളൂ. 90 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആളാണ്. ശരീരം മുഴുവൻ ശോഷിച്ച് എല്ലാ ദിവസവും ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോകുന്നു. ആഴ്ച ബ്ലഡ് കയറ്റും, ബ്ലഡ് പോകും. മന്ത്രവാദികളെ കണ്ടു. ചികിത്സിക്കാത്ത ഡോക്ടർമാരില്ല. ഇവിടെല്ലാം പോയി. ഒരു രക്ഷയില്ല. സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം ചോദിച്ചു, എനിക്കൊരൊറ്റ കാര്യം അറിയണം, യേശു ക്രിസ്തു ആരെന്ന് നിങ്ങൾക്കറിയാം ചോദിച്ചു. അദ്ദേഹം പഠിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ആരുമല്ലെന്ന. എനിക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കിട്ടണമായിരുന്നു യേശു ക്രിസ്തു ആരാ, അത് പറയാൻ പറഞ്ഞു. അപ്പൊ ജനമെല്ലാം കൂടി നിൽക്കുകയാണ്. ഈ മനുഷ്യനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് മാത്രം എന്നോട് പറഞ്ഞാമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് അടുത്ത വാക്ക് പറയാണ്, യേശു ക്രിസ്തു സർവശക്തനായ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ജനിച്ചന്ന് 4 വയസ്സുള്ളപ്പോ തൊട്ട് പഠിക്കുന്നത് യേശു ക്രിസ്തു ആരുമല്ലെന്ന. പക്ഷേ അദ്ദേഹം വാ കൊണ്ട് പറഞ്ഞു, യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന്. പറഞ്ഞ നിമിഷം കൈ തലയെ വെച്ച് ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തിൽ വ്യാപരിച്ചെന്ന ബാധ ഇളകി. ദൈവമക്കളെ, ആ ടൗണിൽ അത്രയും ആൾക്കാർ നോക്കി നിൽക്കുന്ന സ്ഥലത്ത് അവൻ നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി. നൊരയും പതയും വന്നിട്ട് ആ ശക്തി വിട്ടുമാറി. വെള്ളം കൊടുത്ത് മുഖം കഴുകാൻ പറഞ്ഞു. എഴുന്നേറ്റ് വന്നു. ഞാൻ ചോദിച്ചു, സാറേ ഇപ്പൊ എന്തു പറ്റിയും ചോദിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പോയെന്ന് പറഞ്ഞു. എന്താ പോയെന്നറിയാമോ? ആ മനുഷ്യൻ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന പൈശാച മണ്ഡലം യേശു കർത്താവിന്റെ ശക്തിയാൽ അതിനെ അടിച്ചു പുറത്താക്കി. ഈ അസാധാരണമായ പ്രവൃത്തി ആ ടൗണിൽ കണ്ടപ്പോൾ നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ അരമണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 പേരായിരിക്കും പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരുന്നത്. ഈ അസാധാരണമായ ദൈവപ്രവൃത്തിയോടെ കണ്ടപ്പോൾ 100 കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കാൻ ക്യൂ നിന്നു. അനേക രോഗങ്ങൾ സൗഖ്യമായി. ഏതൊരു ദേശത്തും ഒരു രാജ്യത്തും ഒരു സഭയിലും അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ടോ, അവിടെ ജനം ഓടിക്കൂടും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെ പവർ കൊണ്ടൊന്നും നടക്കത്തില്ല. ഈ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കണം. പരിശുദ്ധാത്മാവിന് അത്യന്ത ശക്തി നമ്മളുണ്ടായിരിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി നിന്നപ്പം തന്നെ സക്കായിക്ക് മാനസാന്തരം ഉണ്ടായി. നമ്മുടെ പ്രസൻസ് ഉണ്ടാകുമെന്ന് തന്നെ ജനത്തിലേക്ക് അത് വ്യാപരിക്കാൻ തുടങ്ങണം. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ജനത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങണം. സ്തോത്രം. റാന്നിയില് ഞങ്ങൾ വലിയൊരു ബോർഡ് വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ അരുതേ, അത് പാപമാണ്. മരണം ജീവിതത്തിന്റെ അവസാനമല്ല. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഞാനിത് കെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ഒരു വലിയ നേതാവ് എന്നിട്ട് വന്ന് പറഞ്ഞു, ഇത് കൊള്ളാം, നല്ലതാണ്, പക്ഷേ അതിൽ മൂന്നാമതിരിക്കുന്ന കാര്യത്തിന് ഒരു ആൻസർ തരണം, എന്നിട്ട് ഇവിടെ കെട്ടിയാൽ മതി. എന്താ സാറേ മൂന്നാമതൊരു വിഷയം? മരണം ജീവിതത്തിന്റെ അവസാനമല്ല. ആര് പറഞ്ഞു? അത് തെളിയിച്ചിട്ടിവിടെ കെട്ടിയാൽ മതി. നിങ്ങൾ മരിച്ചതിന് ശേഷം തിരിച്ചു വന്ന ആളാണോ? ചോദ്യം. പിന്നെ എന്തോ കാര്യത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്ന ഇവിടെ? മനുഷ്യനെ ടെൻഷൻ ഉണ്ടാക്കാനോ? എങ്ങനെങ്കിലും ചത്താ മതി എന്ന് പറഞ്ഞ് മനുഷ്യൻ ചാവാൻ നടക്കുമ്പോൾ, എങ്ങനെങ്കിലും ആത്മഹത്യ ജീവിതം അവസാനിപ്പിക്കാൻ നടക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചിരിക്കുക മരണം ജീവിതത്തിന്റെ അവസാനമല്ലെന്ന്. ശരിയല്ലേ? ആത്മഹത്യ ചെയ്യുന്ന എന്താ തീരുമാനിക്കുന്നത്? എൻ്റെ കൂടെ കടബാധ ഇതോടെ തീരും, എൻ്റെ കുറച്ച് കൊച്ചുങ്ങളുടെ പ്രശ്നം ഇതോടെ തീരും, കൊച്ചുങ്ങളെ ഉൾപ്പെടെയാണ് കൊണ്ടുപോകുന്നത്. ഒന്നും തീരത്തില്ല.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുകയാണ്, നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ എന്തെങ്കിലും തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിദ്യാധാരണയാണ്. മരണമെന്ന് പറയുന്നത് ഒരു കവാടം മാത്രമാ, ഒരു നിത്യ ജീവിതത്തിലേക്കുള്ള കവാടമാ. ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും. ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, പാപം ചെയ്ത് നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങൾ നിത്യ നരകത്തിൽ പോകും, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ ഞാൻ ഈ മനുഷ്യരോട് പറഞ്ഞു, സാറേ, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നാളാ ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേക കർത്താവിന്റെ വചനങ്ങൾ അതൊക്കെ നിങ്ങളുടെ ബൈബിൾ, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിക്കുമോ? അത് നോക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചു. അമ്മയുണ്ട്? അമ്മയുണ്ട്. അച്ഛൻ മരിച്ചിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി കർമ്മവും ക്രിയയും ചെയ്തോ? ചെയ്തു. ചെയ്തെങ്കിൽ എന്തിനാ? മരണത്തോടുകൂടി സകലതും കഴിഞ്ഞു. മരിച്ച നിങ്ങളുടെ അച്ഛന്റെ ബോഡി മണ്ണി ദഹിച്ചു, തീക്കകത്ത് തീർന്നു, എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ ഒരു നിത്യശാന്തി? സുഹൃത്തെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ശരീരം മണ്ണി തീർന്നു, തീക്കകത്ത് കത്തി തീർന്നു, പക്ഷേ ആത്മാവ് തീ കത്തത്തില്ല, ആത്മാവ് മണ്ണി ദഹിക്കത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ ഒരിക്കൽ മരിക്കും, പക്ഷേ മരിച്ചതിനു ശേഷം ഒരു ന്യായ സിംഹാസനമുണ്ട്, ഒരു ന്യായപീഠത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും. അതേത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും മരിച്ചതിന് ശേഷം ഒരു ന്യായവിധിയുണ്ട് സുഹൃത്തേ. ആ മനുഷ്യൻ എന്നോട് പറയാൻ ആൻസർ ഇല്ലാതായിപ്പോയി. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ, ബോർഡ് കെട്ടിക്കത്തെന്ന് പറഞ്ഞവൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ കർത്താവ് ഇടയാക്കി. എന്താ കാര്യം എന്നറിയാമോ? ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങും. നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ, നമ്മൾ പാട്ടുപാടി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങും. അതാണ് പൗലോസും സീലാസും കാരാഗൃഹത്തിൽ പാട്ടുപാടി ആരാധിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ വ്യാപരിച്ചു. അവിടെ നിൽക്കുന്നവരുടെ ബന്ധനം അഴിഞ്ഞു വീണു. അവിടെ മാത്രമല്ല, പിന്നെയോ കാരാഗ്രഹ പ്രമാണിയുടെ അടിസ്ഥാനത്തെ ദൈവം ഇളക്കി. ഓ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഹല്ലേലൂയ വഹിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തെ സാന്നിധ്യം വഹിക്കുന്നവർ. നിങ്ങൾ കോളേജിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ സാന്നിധ്യത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഈ സാന്നിധ്യത്തിന്റെ ശക്തിയുമായിട്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. അവിടെ ഒരു ശക്തിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ശക്തികൾ കാണും. പക്ഷേ ഈ അത്യന്ത ശക്തി നിങ്ങൾ വ്യാപരിക്കുമ്പോൾ അത് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല, അത് ഓടി മാറും. നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലത്ത് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മാനേജർ കാണും. പക്ഷേ നിങ്ങൾ ഈ സാന്നിധ്യമായി നിങ്ങൾ ഓഫീസിലേക്ക് കയറുമ്പോൾ ആ പൈശാചിക ശക്തികൾ ഓടി മാറും. ഹല്ലേലൂയ. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നമ്മളറിയാതെ ഏതെങ്കിലും നമ്മളാകുന്ന ഈ ഭവനത്തിനകത്ത് കുടിയിരിപ്പുണ്ടോ? നമ്മുടെ ഈ മുറിക്കകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടോ? ഭയം ഒളിഞ്ഞു കിടപ്പുണ്ടോ? ദുശ്ചിന്തകൾ കിടപ്പുണ്ടോ? എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നമ്മൾ കാണുന്ന വീഡിയോസ്, നമ്മൾ പറയുന്ന വാക്കുകൾ, ഇതൊക്കെ പിശാച് അകത്തോട്ട് കയറുന്ന വാതിലുകളാണ്. നിങ്ങളുടെ മൊബൈൽ വെച്ച് നിങ്ങളൊരു ഫോൺ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ വ്യാപരിക്കുന്ന പവർ നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങളൊരു വ്യക്തിയോട് ആവശ്യമില്ല സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നു, നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. നമ്മുടെ കണ്ണ്, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ചെവി, നാക്ക്, റോമാലേഖനത്തിൽ പറയുന്നു, ശരീരത്തിന്റെ അവയവങ്ങളിൽ കൂടെ പിശാച് നമ്മളിലേക്ക് പാപത്തെ എൻട്രി ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങൾ പോലും അറിയാതെ ഏതെങ്കിലും മുറിക്കകത്ത് കയറി അത് ഒളിച്ചിരിക്കും, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും. പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും വാതുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാ, എന്നെ തുടരാൻ ശക്തിയും കഴിയത്തില്ല. കർത്താവേ, എന്നെ പൂർണ്ണമായി ശുദ്ധീകരിക്കണമേ, ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന മുന്നിൽ
ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിലേക്ക് വ്യാപരിക്കട്ടെ, അവരുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഓരോ കുടുംബങ്ങളും വ്യാപരിച്ചിറങ്ങട്ടെ, ഓരോ വ്യക്തികളും വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, പൈശാചിക രോഗബന്ധനം അഴിഞ്ഞു പോകട്ടെ, ദുഷ്ടപിശ ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവെ, തടയപ്പെട്ടുള്ള മണ്ഡലങ്ങൾ ഓപ്പൺ ആകട്ടെ, കടഭാരങ്ങൾ പുറത്തു വരട്ടെ. ജനം കർത്താവെ, കുടുംബ പ്രശ്നം ജനം പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഞങ്ങൾ കാണാൻ പോകുന്നതിനായി സ്തോത്രം. ബലമുള്ള കർത്തലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.